ഹലോ എവ്രി വൺ. ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്കൊരു കോട്ട് കോളർ ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ ക്ലോത്ത് 4 ഐറ്റം മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മെഷർമെൻറ്റ് എടുത്തു കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്തും നെക്കിൻ്റെ വിഡ്ത്തും ഞാനൊരു 3 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. നെക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ശേഷം നമ്മളതൊരു സ്ക്വയർ ഷേപ്പായിട്ട് വരയ്ക്കാറുണ്ട്. പക്ഷേ ഇവിടെ കോട്ട് കോളർ വരുന്നതായതുകൊണ്ട് നമ്മളതൊന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇതേപോലെ യു ഷേപ്പിലാക്കി കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി ബാക്കിൽ നമുക്ക് കഴുത്ത് അത്ര ഇറക്കണ്ട, അപ്പോൾ ഒരു 1/2 ഇഞ്ച് മതി. 1/2 ഇഞ്ചിൽ ഇതേപോലെ കേർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആം ഹോളും 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് 6.5 മതി ശരിക്കും, പക്ഷേ 1/2 ഇഞ്ച് നമുക്ക് കോളർ വെക്കുന്നത് കൊണ്ട് 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് ഞാൻ 8.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഞാൻ കൂട്ടിയെടുക്കുന്നുണ്ട്. 9 ഇഞ്ചാണ് ടോട്ടൽ മാർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും ചേർത്താണ് എടുക്കുന്നത്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ഉള്ളതാണ് അടിക്കുന്നത്, അപ്പോൾ 1/2 ഇഞ്ച് ഞാൻ അവിടെ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം. ഈ കോട്ട് കോളർ ഡ്രസ്സിന് ഇടാൻ പറ്റിയ ഒരു പലാസോൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇനി ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 22 ഇഞ്ചസ് ആണ് ആകെ എടുക്കുന്നത്. ലെങ്ത്ത് വരുന്നത് 20.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് അത് വരുന്നത്. ഇനി താഴത്തെ വീതി വരുന്നത് 7.5 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ ടോട്ടൽ 10 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. ഇനി ആ ബാക്ക് പോർഷൻ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഫ്രണ്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് തുണി 4 മടക്കിയിട്ടുണ്ട്. ഞാൻ ആം ഹോൾ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ചും താഴേക്ക് 1/2 ഇഞ്ചും കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി എൻ്റെ കൈമുട്ടിൻ്റെ ഭാഗത്തെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ വീതി വരുന്നത് 6 ഇഞ്ചാണ്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പം ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അവിടുത്തെ വീതി വരുന്നത് 4.5 ഇഞ്ചാണ്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് എടുക്കുന്നുണ്ട്. ഇനി ഇത് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ച് വീതിയുള്ള നമ്മുടെ ടോപ്പിൻ്റെ അതേ വലുപ്പമുള്ള 2 പീസ് ഓഫ് ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ നെക്ക് പോർഷൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് തന്നെയായിരിക്കും ആ ക്ലോത്തിന് വരിക. ഇനി ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു 2 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുക 2 ഭാഗത്തും. എന്നിട്ട് അതിൻ്റെ അറ്റം ഭാഗത്ത് മുകളിലത്തെ ഭാഗത്ത് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. ഇനി ഈ ക്ലോത്തില്ലേ, മുകളിൽ വെച്ച ക്ലോത്ത് ഒന്ന് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം ആ സൈഡ് ഭാഗം. ഇനി 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് തൊട്ട് താഴെ വരെ നമുക്കൊന്ന് സൈഡ് കൂടെ അടിച്ചു കൊടുക്കാം. ഇതേപോലെയാണ് അടിക്കേണ്ടത്. ഇത് മുകളിൽ വരെ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കട്ടിട്ട് കൊടുത്തവരെ മാത്രം ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഇനി ആ സ്റ്റിച്ച് പൊട്ടിപ്പോവാതെ നമുക്ക് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ച് ആ കോർണറൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം നമുക്ക്.
ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൻ്റെ 2 പോർഷൻസും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ കോട്ട് കോളറിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കാൻ വേണ്ടി കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ മടക്കുക. ഇതേപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ ആ 2 ഇഞ്ചിലൊരു കട്ട് ഇട്ടില്ലേ ഫ്രണ്ട് പോർഷനിൽ, അവിടെ വരെ നമ്മൾ മെഷർ ചെയ്തെടുക്കുക. മെഷർ ചെയ്യുമ്പം കറക്റ്റായിട്ട് തന്നെ മെഷർ ചെയ്യുക. പതുക്കെ മെഷർ ചെയ്താൽ മതി. എനിക്കിവിടെ 7 ഇഞ്ചസാണ് വരുന്നത്. ഞാനിതവിടെ 5 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ തുണി 29 ഇഞ്ചസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 4 ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7 ഇഞ്ചാണ് ഒരു സൈഡ് വരുന്നത്. ഈ 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി മുകളിൽ നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ അതേപോലെ 1.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ക്ലോത്ത് മടക്കിയിട്ട ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ 3 സൈഡൊന്ന് അടിച്ചെടുക്കുക. ഇനി സ്റ്റിച്ച് പൊട്ടിപ്പോവാതെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മറച്ചിടുക. എന്നിട്ട് അതിൻ്റെ കോർണേഴ്സൊക്കെ ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ടോപ്പിൽ അറ്റാച്ച് ചെയ്യാം. ആദ്യം ഒന്ന് വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്ന്. അതിനുശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം. ആദ്യം സെൻറ്ററിൽ വെച്ച് ഇതേപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ആ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്യാം. ഇത് കറക്റ്റ് ഇവിടം വരെ എത്തുന്നുണ്ട്. നമ്മളെ മെഷർമെൻറ്റൊക്കെ വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓപ്പൺ എൻഡ് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നോർമലി സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന പോലെ നമുക്കിവിടെ സ്ലീവ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ സൈഡ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്കൊരു ടക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു 4 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ 1 ഇഞ്ചിലാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. ടോപ്പിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോട്ട് കോളർ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു പലാസോ ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ട്.